ഹായ് മലബാർ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഒരു മടി. അപ്പോൾ ഉച്ചയ്ക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മുരിങ്ങയില പൊട്ടിക്കാൻ വേണ്ടി പോയതാണ്. ഒരു മുരിങ്ങേൻ്റെ ഇല കഞ്ഞി കുടിക്കാനൊരാഗ്രഹം. അപ്പോൾ നമ്മൾ തൊടിയിൽ കൂടെ പോയി കുറച്ച് മുരിങ്ങേൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ മുരിങ്ങേൻ്റെ മരമാണ്. നമ്മൾ കുറച്ച് തളിയുടെ ഇല തന്നെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും മോളും മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് മുരിങ്ങേൻ്റെ ഇല കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മുരിങ്ങേൻ്റെ ഇല പൊട്ടിച്ച് പോരുകയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് മുരിങ്ങയില കഞ്ഞി. കർക്കിടക മാസത്തിൽ നല്ലതുമാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തട്ടിക്കൂട്ട് കറികളാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ചാനലിൽ കാണിക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ മുരിങ്ങയില പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് മുരിങ്ങയില നന്നാക്കുകയാണ്. മടി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ് മുരിങ്ങയില. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു ചമ്മന്തിയും കൂടി ചെയ്യുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണമാണ് ഇത്. ഉച്ചയ്ക്കോ രാത്രിക്കോ ഒക്കെ ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റും. മുരിങ്ങേൻ്റെ ഇല നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് പരിപ്പെടുത്ത് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതൊരു 2 വിസിലോളം അടിക്കണം. അതിന് വേണ്ടി നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഉണ്ടാക്കാൻ സുഖമാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് കുക്കർ വിസിലടിക്കുമ്പോഴേക്കും ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തിക്കായി ആദ്യം കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുക്കുക. നല്ലോണം ചതക്കുക കേട്ടോ. എല്ലാം കൂടി ഒപ്പിട്ട് ചതച്ചാൽ ചതയില്ല വിചാരിച്ചിട്ടാണ്. അതിന് ശേഷം കുറച്ച് ചീനമുളകാണ് ഉപയോഗിക്കുന്നത്. ചീനമുളകും ചതയ്ക്കുക. നല്ലോണം ചതഞ്ഞതിന് ശേഷം ഒരു ചെറിയ പുളിയുടെ കഷ്ണം ഇട്ട് കൊടുക്കുക. തോനെയൊന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. അതിന് ശേഷം നല്ലോണം ചതയ്ക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ചതച്ച് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ടിട്ട് ചതയ്ക്കുക. ഇത് മുരിങ്ങേൻ്റെ ഇല കഞ്ഞിക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് സാധാ ചോറ് കഴിക്കുകയാണെങ്കിൽ പോലും ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ മുരിങ്ങേൻ്റെ ഇലയും. ഞാനിപ്പോൾ എടുക്കുന്നത് ചോറാണ്. രാവിലെ അച്ഛനും ഹസ്ബൻഡിനും ഒക്കെ കൊണ്ടുപോകാൻ ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ചാണ് എടുക്കുന്നത്. ഇനി അരി ഇടുകയാണെന്നുണ്ടെങ്കിൽ പരിപ്പിൻ്റെ ഒപ്പം തന്നെ അരിയും കൂടി വേവിച്ചാൽ മതി കേട്ടോ. മുരിങ്ങേൻ്റെ ഇലയ്ക്ക് അധികം വേവില്ലാത്തതുകൊണ്ടേ. അതിനുശേഷം നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ 2 ആളുള്ളതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. തോനെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചോറും മുരിങ്ങേൻ്റെ ഇലയൊക്കെ എടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരൊറ്റ വിസിലും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളും വിഭവങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ് ചൂടോടെ കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ഒപ്പം നമ്മുടെ ചമ്മന്തിയും കൂടി ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മഴക്കാലത്തൊക്കെ രാത്രി ചൂടുള്ള കഞ്ഞി കിട്ടുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുന്നു കരുതുന്നു കേട്ടോ.
അപ്പം എല്ലാവർക്കും നന്ദി കേട്ടോ.